വെൽ ഫ്രണ്ട്സ്, നമസ്കാരം. ശ്രീനഗറിലെ പ്രധാന കാഴ്ചയാണ് ദാൽ ലേക്ക്. ദാൽ ലേക്കിൽ ഷിക്കാര റൈഡ്. അപ്പോൾ അത് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് വന്നതാണ്. നമുക്ക് നോക്കാം. ഹലോ, ഹായ് പറഞ്ഞോ. ഓക്കെ, ഷിക്കാര റൈഡ്. ഓക്കെ ഓക്കെ, തകർക്ക്. ഓക്കെ, അവന് പറഞ്ഞ ഷിക്കാര റൈഡിന് പോയിട്ട്. ഓക്കെ, ഇടണ്ട. നല്ല തണുപ്പുണ്ട്. നല്ല തണുപ്പുണ്ടല്ലേ? കണ്ണ് തുറപ്പിക്കലാണല്ലോ പുള്ളി. ആരവനെ അവന്റെ കയ്യില്ല. ഓ, മറയുന്നു. സമയം നോക്കിയാൽ എത്രയാണ്? 6 o'clock. കറക്റ്റ് 6 മണി. മണിക്കാണിക്കാണ്ടിരിക്കും. അങ്ങനെ തന്നെയാണ്, മറിയില്ലല്ലോ. മൂടിക്കെട്ടല്ലേ മൊത്തത്തില്. രാവിലെ വരികയാലും വൈകിട്ട് വരികയാലും മൂടിക്കെട്ട. നല്ല കാറ്റുണ്ടാ. ഈ സമയത്ത് കയറണമെന്നില്ല. നല്ല കാറ്റും ദാൽ ലേക്കില് അപ്രതീക്ഷിതമായി ഉണ്ടായ കാറ്റില് ഞങ്ങളെ ഷിക്കാര ആടി ഉലഞ്ഞു. നമ്മളെ രമ്യയും അതുപോലെ തന്നെ അമ്മയും പെൺകുരുന്നുങ്ങളൊക്കെ ഒന്ന് പേടിച്ചു. ഞാനൊന്ന് ചെറുതായി പേടിച്ചു. കാരണം ലൈഫ് ജാക്കറ്റും ഒക്കെ തന്നിട്ടില്ല അവരെ. അപ്പോൾ ഒരു സേഫ്റ്റി ഇല്ലാത്തൊരു ഫീലിങ്സാണ് ഉണ്ടായത്. പക്ഷേ അടുത്തന്നെ അക്ഷരം നല്ല ആഴെന്ന് പറയണ്ട ഈ ദാൽ ലേക്ക്. അപ്പോൾ ആ ആഴ ഉള്ള കാരണം നമുക്ക് പ്രശ്നമാണ്, കാരണം മുങ്ങിപ്പോയി. അങ്ങനെ ഷിക്കാര റൈഡ് ആരംഭിച്ചു. നല്ല കാഴ്ചകളാണ്. കുറേ ഷിക്കാരകൾ അവിടെ, എന്താ പറയുക, നമുക്ക് ഹോം സ്റ്റേ ചെയ്യാൻ പോലത്തെ ഷിക്കാരകളുണ്ട്. അത് പോവൊന്നുമില്ല. അവിടെ ഒരു ഭാഗത്ത് തന്നെ നിലയുറപ്പിച്ച അവിടെ ആളുകൾക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് ഷിക്കാരയിൽ താമസിക്കാം. നമുക്ക് വലിയ ഹൗസ് ബോട്ട് പോലത്തെ ബോട്ടുകളാണ്. അപ്പോൾ താമസവും കാര്യങ്ങളൊക്കെ അതിൽ തന്നെയാണ്. റൂമും എല്ലാതും അതിൽ തന്നെ കയറിയ വലിയ മജ്ലിസൊക്കെ ഉള്ള ഷിക്കാരകളുണ്ട്. നല്ല രസമാണ് കാഴ്ചകൾ. നല്ല തണുപ്പാണ്. ഇപ്പോൾ ഈ 6 മണിക്ക് ശേഷം നമ്മൾ കയറിയ കാരണം ഭയങ്കര തണുപ്പാണ്, കാറ്റും അടിക്കുന്നുണ്ട്. അപ്പോൾ നല്ല കാഴ്ചകളാണ്. ശ്രീനഗറിലെ, കാശ്മീരിലെ ഈ ഒരു ദാൽ ലേക്ക്. കുറച്ചുകൂടി നമ്മൾ ഉച്ചയ്ക്ക് ആ സമയത്തൊക്കെ വരണമായിരുന്നു. അപ്പം ഈ മഞ്ഞുമലകളൊക്കെ തെളിഞ്ഞ് കാണാൻ പറ്റും. അപ്പോൾ നല്ല രസമുള്ള വ്യൂ ആണ്. ഈ കണ്ട അവിടെ മല കാണുന്നില്ല, അപ്പോൾ അതിങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ നല്ല ഭംഗിയിൽ അവിടെയൊക്കെ ഇങ്ങനെ ഐസ് കെട്ടിക്കുന്നത് കാണാൻ പറ്റും ഇത്ര. പക്ഷെ അതിപ്പോൾ നമുക്ക് ഇരുട്ടായ കാരണം കാണുന്നില്ല. 6 മണിക്ക് ശേഷമല്ല നമ്മൾ കയറിയത്. ഒരാൾക്ക് നമ്മൾ 100 രൂപ വെച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത്. 1 മണിക്കൂറിന് 700 രൂപ. ശരിക്കും ഇത്ര ആളുകൾ കയറ്റാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് ഈ ഒരു ഷിക്കാരയിൽ. ഞങ്ങൾ 7 ആളും കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഷിക്കാരയിൽ വന്നിട്ട് ഇവിടെ നമ്മുടെ ശ്രീനഗറിൽ തന്നെ ഒരു ക്ഷേത്രമുണ്ട്. നമ്മളെ എന്താ പറയുക, ശങ്കരാചാര്യ ടെമ്പിൾ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഏരിയയിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മളിപ്പോൾ. ഈ ആ മലയുടെ മുകളിൽ കാണുന്നത് ശങ്കരാചാര്യ ടെമ്പിൾ. ആ ലൈറ്റ് കാണുന്നില്ലേ, അത് ശങ്കരാചാര്യ ടെമ്പിളാണ്. അത്യാവശ്യം അതിൻ്റെ മുകളിൽ കയറുന്ന കാശ്മീർ മൊത്തം കാണാമെന്ന് പറയുന്നത്, ശ്രീനഗർ മൊത്തം കാണാമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ദിവസം യാത്രയുണ്ട് അവിടേക്ക്. ഇഷ്ടംപോലെ പടികളുണ്ട്. ആ പടികൾ കയറിയിട്ടാണ് പോകാനായിട്ട്. ഇതേ വലിയൊരു ഷിക്കാര. ഇതിൽ നമുക്ക് താമസിക്കാനുള്ളതാണ്. വീട് പോലത്തെ ഒരു സംഗതിയാണ്. അപ്പോൾ ഈ ദാൽ ലേക്കുള്ള വെള്ളമൊന്നും അത്ര ക്ലിയർ അല്ല. പൊട്ട സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ വെള്ളത്തിലൊന്നും അങ്ങനെ തൊടാൻ നിന്നില്ല. അത്യാവശ്യം നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് കാശ്മീരിലെ കാശ്മീരിലെ ശ്രീനഗറിലെ ദാൽ ലേക്ക്. മനോഹരമായ കാഴ്ചകൾ തന്നെയാണ്. ഇപ്പോൾ രാത്രിയായ കാരണം ഈ ആളുകൾ താമസിക്കുന്ന ഷിക്കാരകളൊക്കെ ലൈറ്റൊക്കെ ഇട്ട് നല്ല ഭംഗിയിട്ട്
ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല തണുപ്പുണ്ട്. അപ്പോൾ ഷിക്കാര റൈഡ് നിങ്ങൾക്ക് നല്ല ഇഷ്ടമായി എല്ലാവർക്കും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാനുള്ളതാണ്. പിന്നെ ഇവിടുത്തെ പച്ചക്കറി കച്ചവടം, പല കച്ചവടങ്ങളും ഉണ്ട്. ഈ ഒരു ഷിക്കാരയിൽ സെയിൽസൊക്കെ നടക്കുന്നുണ്ട്. കാശ്മീരിലെ തനതായ വസ്ത്രങ്ങളും അതുപോലെ തന്നെ മാല അങ്ങനത്തെ സാധനങ്ങളൊക്കെ അവിടെ സെയിലിന് വെക്കും. നമുക്ക് അവിടെയൊക്കെ കയറി പർച്ചേസ് ചെയ്യാം. പക്ഷേ ഞങ്ങൾ ഈ ഇരുട്ടായ കാരണം എവിടെയും കയറിയില്ല. ഞങ്ങൾ ജസ്റ്റ് ദാലിലേക്ക് വിസിറ്റ് ചെയ്തുള്ളൂ. അപ്പോൾ ഞങ്ങൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇനിയും സപ്പോർട്ട് ഉണ്ടാവണം. ഇനിയും കാശ്മീരിലെ വീഡിയോ വരാനുണ്ട്. അപ്പോൾ എല്ലാവർക്കും നന്ദി, नमस्कार. होटल में तो मीना बाजार उसमें लगभग 2-3 घंटा लगता है. फोटो वीडियो उसमें लगभग 3 आवर लगता है.